നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റൊമാരിയോയുടെ പോഡ്കാസ്റ്റിൽ നെയ്മർ ജൂനിയർ അതിഥിയായി വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ 2014 നെയ്മർ ജൂനിയറുടെ പരിക്കിനെ കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ്. അന്ന് ആ പരിക്ക് കോച്ച് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ തനിക്ക് വരില്ലായിരുന്നു എന്ന് നെയ്മർ പറയുന്നു. ഓർമ്മയില്ല, 2014 വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരം, ബ്രസീൽ വേഴ്സസ് കൊളംബിയ പോരാട്ടം. ആ പോരാട്ടം 83-ാമത്തെ മിനിറ്റിൽ നെയ്മർ ജൂനിയറുടെ ഗോളിൻ്റെ ബലത്തിൽ കൊളംബിയക്കെതിരെ ബ്രസീൽ വിജയിച്ച് കയറിയതാണ്. പക്ഷേ കളി അവസാന ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് കൊളംബിയൻ താരം സുനിഗയുടെ ഗുണ്ടാ സ്റ്റൈലിലുള്ള മുട്ടുകാൽ കയറ്റൽ നെയ്മർ ജൂനിയറുടെ നട്ടെല്ലിന് പരിക്കേൽപ്പിച്ചു. ഇത് ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലേ ഞാനിത് പല വീഡിയോകളിലും ഈ വിഷയം പറയുമ്പോൾ ഇങ്ങനെ തന്നെ പറയാറുണ്ട്, സുനിഗയുടെ ഗുണ്ടാ സ്റ്റൈലിലുള്ള മുട്ടുകാൽ കയറ്റലെന്ന്. അത് ചിലർക്കൊന്നും പിടിച്ചിട്ടില്ല. ചില മെയിൽ വരെ വന്നിട്ടുണ്ട്, ഇനി അങ്ങനെ പറയരുത്, ഞങ്ങൾ കൊളംബിയൻ ഫാൻസ് അസോസിയേഷൻസ് അസ്വസ്ഥരാണ്, ഇനി അങ്ങനെ പറയരുത് എന്ന്. അങ്ങനെ തന്നെ പറയും. കാരണം ആ കളി നേരിട്ട് കണ്ടിട്ടുള്ള, ലൈവായിട്ട് കണ്ടിരുന്നപ്പോൾ ഞെട്ടിപ്പോയൊരു സംഭവമാണത്. കളിയുടെ അവസാന ഘട്ടം ഒരു തരത്തിലും കൊളംബിയക്ക് ഡേഞ്ചറസ് അല്ലാതെ നിൽക്കുന്ന ഒരു പൊസിഷനിൽ നിന്നാണ് സുനിക, ഒരിക്കലും ആ ബോൾ അദ്ദേഹത്തിന് കിട്ടില്ല, അനാവശ്യമായിട്ട് ആ രൂപത്തിൽ മുട്ടുകാല് ഇടിച്ച് കയറ്റി നെയ്മർ അന്ന് സ്ട്രെച്ചറിൽ പുറത്തേക്ക് എടുപ്പിച്ചത്. വീണ് കിടക്കുന്ന നെയ്മറുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് മാർസലോ വളരെ ഫ്രാൻറ്റിക്കായിട്ട് ഇങ്ങനെ കാണിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം നെയ്മർ മാർസലോട് എന്താണ് പറഞ്ഞതെന്ന് മാർസലോ പറയുന്നുണ്ട്. എൻ്റെ കാലുകൾ ഇവിടെ, എനിക്കത് ഫീൽ ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പോലും. അതായത് ഈ നട്ടലിൻ്റെ ഭാഗത്ത് ക്ഷതമേറ്റിട്ട് ആകെ തരിച്ചു പോയിട്ടുണ്ട്, ആകെ ഒരു മരവിച്ചു പോയിട്ടുണ്ട്. തൻ്റെ ശരീരത്തിൻ്റെ ബാക്കി ഭാഗം താഴേക്ക് കാലുകൾ ഉണ്ട് എന്ന് പോലും താൻ അറിയുന്നില്ല എന്നാണ് നെയ്മർ എന്ന് പറഞ്ഞത്. മാർസലോ ആകെ പാനിക്കായിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും നെയ്മർ പിന്നീട് മാസങ്ങൾ പുറത്തിരുന്നിട്ട് തിരികെ വന്നു. ബ്രസീലിന് സംഭവിച്ചത് നെയ്മർ ഇല്ലാതെ ആ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് പോവേണ്ടി വന്നു. നമുക്കറിയാം, സ്കൊളാരി നെയ്മറെ ചുറ്റിപ്പറ്റിയൊരു ടീമുണ്ടാക്കി വേൾഡ് കപ്പിൻ്റെ ഫൈനൽ വരെ എത്തിക്കാമെന്നൊക്കെ കരുതിയതാണ്. അത് അബദ്ധമായി പോയി. നെയ്മർ അല്ലാതെ അന്ന് അത്ര വലിയ പ്രതിഭാ സമ്പത്ത് ബ്രസീലിനുണ്ടായിരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഹൽക്കിനെ പോലെയുള്ള താരങ്ങളൊക്കെയാണ് ആ ഘട്ടത്തിൽ കളിച്ചത്. ഏതായാലും ഹൽക്കിന് ഒരുപാട് ആരാധകരുണ്ട്. അവരിപ്പോൾ ഈ പ്രയോഗം തെറ്റാന്ന് പറഞ്ഞുകൊണ്ട് വരും. ഏതായാലും നെയ്മറുടെ പ്രതിഭാ സമ്പത്തുള്ള താരങ്ങൾ മറ്റാരും അന്ന് ബ്രസീലിയൻ ടീമിൽ ഉണ്ടായിരുന്നില്ല. മുമ്പത്തെ ബ്രസീൽ ടീം അങ്ങനെയൊന്നുമല്ല. റൊണാൾഡോയും റൊണാൾഡീഞ്ഞോയും റിവാൾഡോയും റോബർട്ടോ കാർലോസും കാഫുവും കക്കയും ഒക്കെ ഒരുമിച്ച് കളിച്ചൊരു ബ്രസീൽ ടീമില്ലേ, അതിൻ്റെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അത് കയറി പിടിച്ചൊരു പ്രശ്നമാക്കണ്ടെന്നേ. ഏതായാലും നെയ്മർ ഇല്ലാതെ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ കളിക്കാനിറങ്ങിയ ബ്രസീൽ എന്താ പറ്റിയെന്ന് നമ്മളെല്ലാവരും കണ്ടല്ലോ. നെയ്മറുടെ സാന്നിധ്യം കിട്ടാനെന്ന വണ്ണം ആ ദേശീയ ഗാനം ചെല്ലുന്ന ഘട്ടത്തിൽ ജേഴ്സിയൊക്കെ ഇങ്ങനെ പിടിച്ചു നിന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാര്യങ്ങൾ വൈകാരികമായിട്ടെടുത്ത് ജർമ്മനിക്ക് മുന്നിൽ തകർന്നടിഞ്ഞ് 7-1 ഒരിക്കലും ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ തൂത്താലും തുടച്ചാലും മാറാത്ത ഒരു നാണക്കേട് സമ്മാനിച്ച മത്സരമായിട്ടത് മാറി. എന്നാൽ നെയ്മർ ഇപ്പോൾ പറയുന്നു, കാര്യങ്ങൾ മാറുമായിരുന്നു കോച്ച് പറഞ്ഞത് ഞാൻ കേട്ടിരുന്നെങ്കിൽ. അന്ന് ലൂയി ഫിലിപ്പെ സ്കൊളാരി എന്നെ ആ ഗോൾ വീണ് ബ്രസീൽ ലീഡെടുത്ത ശേഷം പിൻവലിക്കാൻ നിന്നതാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിന്നതാണ്, ഞാനാ വേണ്ടെന്ന് പറഞ്ഞ് കളി തുടർന്നത് എന്ന്. വല്ലാത്തൊരു തീരുമാനമായി പോയി അത്. നെയ്മറുടെ കരിയർ തന്നെ മാറിപ്പോയേനെ. ആ വേൾഡ് കപ്പിൻ്റെ സെമിയും ഫൈനലും ഒക്കെ കളിച്ച് ഒരു പക്ഷേ വിജയ ശ്രീലാളിതനായി മാറിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നനെ. പക്ഷേ നെയ്മർ അന്നെടുത്ത തീരുമാനം അദ്ദേഹത്തിന് പിന്നീട് വിനയായിട്ട് മാറി. എന്നാലും അദ്ദേഹം ഇപ്പോൾ റൊമാരിയോയുടെ കാര്യം പറയുന്നു. ഫിലിപ്പെ സ്കൊളാരി 2014 കൊളംബിയ മാച്ചിൽ എന്നെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചതായിരുന്നു. പക്ഷേ ഞാനിവിടെ തുടരാമെന്ന് പറഞ്ഞു. പിന്നെ ദി വേഴ്സ്റ്റ് ഹാപ്പൻഡ്, പിന്നെ വളരെ മോശമായത് സംഭവിച്ചു. നിരാശയോടുകൂടി സങ്കടത്തോടുകൂടി നെയ്മർ പറയുകയാണ്. ബട്ട് ഐ ആസ്ക്ഡ് ടു സ്റ്റേ ആൻഡ് ദെൻ ദി വേഴ്സ്റ്റ് ഹാപ്പൻഡ്. ഫിലിപ്പാവോ അന്ന് നെയ്മറെ ആ ലീഡിന് ശേഷം പിൻവലിക്കാൻ ശ്രമിച്ചതാ ബ്രസീലിനെ സംരക്ഷിക്കാൻ വേണ്ടി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഫിലിപ്പാവോയുടെ വാക്കുകൾ കേൾക്കാൻ നെയ്മർ അന്ന് തയ്യാറായില്ല. അദ്ദേഹം കളി തുടർന്നു. അൺഫോർച്ചുനേറ്റ്ലി പിന്നീടുണ്ടായത് ദുഃഖകരമായ കാര്യങ്ങളാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.